ഹലോ, നമുക്കിതൊരു ബൊക്കാറോ ഓർക്കിഡ് എങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാന്നുള്ളതിൻ്റെ പരിചയപ്പെട്ടാലോ? ഇതിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പോട്ട് മിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ശരിക്കും പോട്ടിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പോട്ട് സെറ്റ് ചെയ്തിട്ട് അതിന് നിറച്ചും ഓടും കഷ്ണമില്ലേ, ഇതിങ്ങനെ ഫില്ല് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കരിയും മിക്സ് ചെയ്യുക, കൽക്കരി. ഇതിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കറക്റ്റായിരിക്കും. അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ പോട്ടിലല്ല മണ്ണിലാണ് നിങ്ങൾ വെക്കുകയെന്നുണ്ടെങ്കിലും ഇതേപോലൊരു ബെഡ് സെറ്റ് ചെയ്യുക, കൽക്കരി ഓടും കഷ്ണമൊക്കെ മിക്സ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊക്കാറോ ഓർക്കിഡ് പ്ലാന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ ബെസ്റ്റാണ്. ഈ മൊക്കാറോ ഓർക്കിഡ് എന്ന് പറയുന്നത് വാൻഡ, അരാക്നിസ്, അരാന്ത എന്നീ ഓർക്കിഡ് ഇനങ്ങളുടെ സങ്കര ഇനമാണ്. അതുകൊണ്ട് തന്നെ ഇത് വാൻഡയുടെയും മറ്റ് ഇനങ്ങളുടെയും ഭംഗിയും കരുത്തും ലഭിക്കുന്നു. അതുമാത്രമല്ല, ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലാണ് നമ്മുടെ മൊക്കാറോ ഓർക്കിഡ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇതേപോലത്തെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് എടുക്കുക. ഞാനിതിന് സപ്പോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോട്ടിൻ്റെ സൈഡിൽ ഒരു PVC പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ PVC പൈപ്പിൻ്റെ ചുറ്റിനും കയറിട്ടിട്ട് ചുറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്, ഇനി ജസ്റ്റ് ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കരിക്കട്ട എടുത്തിട്ട് ആ കരിക്കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതേപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് കെട്ടിക്കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്തത് തണ്ടുണ്ടല്ലോ, അത് ഈ ഓടും കഷ്ണോ കരിക്കട്ടയൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജ് സിസ്റ്റം കറക്റ്റായിരിക്കണം. ഇത്രയും ചെയ്താൽ മതി. മാത്രമല്ല, ഇത് ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലമാണ് ഇതിനാവശ്യമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഫുൾ ഓഫ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തുകൊണ്ടൊന്നും പ്ലേസ് ചെയ്യരുത്. കാരണം ഒരു 80% ഒക്കെ സൺലൈറ്റ് മതി. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഇത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലൊരു പാർഷ്യൽ ഷെയ്ഡ് കെട്ടുന്നത് നല്ലതായിരിക്കും. കാരണം പ്ലാന്റ് നമ്മുടെ ഒരു ക്ലൈമറ്റായിട്ടൊന്ന് സെറ്റായിട്ട് വരണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ടൈം അതിന് കൊടുക്കണം, ഫസ്റ്റ് ടൈം പ്ലാന്റ് ചെയ്യുന്ന ടൈമിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെയർ ഒന്നും വേണ്ടാത്തൊരു ഓർക്കിഡ് പ്ലാന്റ് ആണിത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലാന്റ് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കുക. എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും. അടിപൊളിയല്ലേ കാണാനായിട്ട്?